നമുക്ക് കണ്ണൂരിൻ്റെ സ്പെഷ്യൽ നെയ്പ്പത്തൽ എന്ന് ഉണ്ടാക്കിയാലോ. ആവശ്യമായ കുറച്ച് അരിപ്പൊടി എടുക്കുക. അതിനുശേഷം കുറച്ച് തേങ്ങയും ഒരു വെല്ലുള്ളിയും എടുത്തിട്ട് കുറച്ച് പെരിഞ്ജീരകം ആവശ്യം അതിൻ്റെ ടേസ്റ്റ് പിടിക്കുന്നവർ എടുത്താൽ മതി, ഇഷ്ടപ്പെടുന്നവർ എടുത്താൽ മതി, അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് അതും കൂടി ഒന്ന് ഒതുക്കുക, ജസ്റ്റ് ഇങ്ങനെ ഒതുക്കുകയേ വേണ്ടു കേട്ടോ. മിക്സിയിലിട്ട് രണ്ട് ചെറിയ ഒരു കറക്കം. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടി ഇട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം ഇട്ടിട്ട് നമ്മൾ കുഴച്ച് സെറ്റാക്കി വെക്കുക. നല്ല ലൂസിൽ കുറച്ച് സോഫ്റ്റായിട്ട് കുഴക്കുക. അപ്പോൾ തന്നെ നമ്മൾ കുറച്ചും അത് വെക്കുമ്പം കുറച്ച് നല്ല ഹാർഡ് ടൈറ്റായിട്ട് വരും. ഓവർ ഹാർഡാറ് ഒരു മീഡിയം, അതായത് ഭയങ്കര നമുക്കത് കുഴക്കുമ്പം തന്നെ തിരിയും, ഭയങ്കര ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും കുഴക്കാം. എന്നിട്ട് നമ്മൾ കട്ടിയുള്ളൊരു കവർ എടുത്തിട്ട് ആ കവറിൽ വെച്ചിട്ട് ഇതിങ്ങനെ പരത്തുക. ഒരു അടി കട്ടിയുള്ള പാത്രം പരന്നതെടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ പരന്ന് വരും. അതിനുശേഷം നല്ലോണം വെളിച്ചെണ്ണ ചൂടായ ശേഷം മാത്രമേ അതിലേക്ക് ഇടാതൂ. അങ്ങനെ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പൊന്തി വരും. നമ്മളത് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും, അതിങ്ങനെ നല്ല പൊന്തി ഇങ്ങനെ നല്ല ഇതിൽ വരും. അപ്പോൾ അത് നല്ലൊരു ഗോൾഡൻ കളറിലാകുമ്പോൾ മാത്രം മറിച്ചിടുക. എന്നിട്ടൊരു ഗോൾഡൻ കളറാകുമ്പം തന്നെ അത് കോരിയെടുക്കുക. അപ്പോൾ നമ്മൾ നെയ്പ്പത്തൽ റെഡിയായി. അതിന് അരിപ്പൊടി എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മില്ലിൽ നിന്ന് പൊടിച്ചുകൊണ്ടിരുന്ന അരിപ്പൊടിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടി ചിലപ്പോൾ നമുക്ക് സെറ്റാകണമെന്നില്ല. മില്ലിൽ നിന്ന് പൊടിക്കുന്നത് പുഴുങ്ങലരി ഒരു 4 കാസർ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാസർ അതിൻ്റെ പകുതി ഒരു കാസറിൻ്റെ പകുതിയായിട്ട് പച്ചരിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ പിട്ടിൻ്റെ പൊടി മിൻസപ്പൊടി ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ ഓവർ തരി ചില മില്ലിൽ നിന്ന് ഓവർ തരിയുള്ള പൊടിയായിരിക്കും കിട്ടുക പിട്ടിൻ്റെ. അപ്പോൾ ഓവർ തരി ഉണ്ടെങ്കിൽ ഒരു ഹാർഡായിട്ട് തോന്നും. അതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മിൻസപ്പൊടിയും കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. ഇപ്പോൾ പത്തലിന് ആവശ്യമായ കറി, ബെസ്റ്റ് കറി എന്ന് പറയുന്നത് മുട്ട റോസ്റ്റ്, ചിക്കൻ കറി, അതൊക്കെ സൂപ്പറായിരിക്കും കേട്ടോ. ഞാൻ മസാല കറിയാണ് ഉണ്ടാക്കിയത്, ഇതിൽ ആഡാക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. താങ്ക് യു.